ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മൾ രണ്ടും ഇന്നൊരു കോംബോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളറിയാം, നമ്മളെ CSCBയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിൽ നോക്കുമ്പോൾ കുറച്ചധികം കൺഫ്യൂഷൻസ് കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസിനെ ഒന്ന് മാറ്റി കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക, അല്ല സാറേ? അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ഇതിനകത്ത്. അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലായത്, ഏതാണ്ട് കഴിഞ്ഞ എക്സാം പോലെ തന്നെ ഒരു പാറ്റേൺ, അതായത് എക്സാം സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, അതുപോലെ പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാൽ കൂടി ഒരു 8 എന്നൊരു നമ്പർ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്, അല്ലേ സാറേ? ഒരു 8ന്റെ പണി അല്ലേ? ഈ 8ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇൻഫിനിറ്റി നമ്പർ ആണ്, അല്ലേ? അതായത് തുടങ്ങിയെടുത്ത് തന്നെ എന്ത് ചെയ്യും, വീണ്ടും അതിങ്ങനെ എന്താണ് അവസാനിക്കാതെ വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കും 8, അല്ല സാറേ? അതെ. അപ്പൊ അത്തരത്തിലൊരു 8ന്റെ പണിയാണോ ഇനി വരാൻ പോകുന്ന ഈ CSCB എക്സാം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് പൊതുവെ കുട്ടികൾ എല്ലാവരും കുറച്ച് പുസ്തകങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുമ്പോൾ ക്ലർക്കിന് തന്നെ 8 കാറ്റഗറി ആയിട്ട്, അതായത് 8 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ കഴിഞ്ഞ തവണ നമുക്ക് 3 നോട്ടിഫിക്കേഷൻ, സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1, പിന്നെ സ്പെഷ്യൽ ഗ്രേഡിന്റെ അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് എക്സാം നടന്നത്. ഓക്കെ, നടന്നതെന്നല്ല, എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ നിലവിൽ ഒക്ടോബർ 12 എക്സാം കഴിഞ്ഞ് നവംബർ 2 എക്സാം, നവംബർ 23, അങ്ങനെ 3 എക്സാമുകൾ. അപ്പൊ അതുപോലെ വരുന്ന എക്സാമിന് ഇത്തവണ 8 എക്സാമുകൾ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം. അങ്ങനെയെങ്കിൽ തന്നെ ഒരു കുറച്ചധികം മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷാ കാലം അല്ലെങ്കിൽ പരീക്ഷാ പരമ്പര ആണോ വരുന്നത്? എനിക്കൊന്നും ഇപ്പൊ ഈ 3 മാസം ഒരു ഇടവേളയാണ് നമ്മൾ സാധാരണ CSCB എക്സാം പറയാ. അതിപ്പോ 3 മാസം ഒരു കൊല്ലം മുഴുവൻ CSCB എക്സാം മുഴുവൻ CSCB എക്സാം നോക്കിയാൽ നമുക്ക് അറിയാം. നമുക്ക് ഓഗസ്റ്റിന് എക്സാം ഉണ്ടായിരുന്നു. ഓഗസ്റ്റിൽ നമുക്ക് ക്ലർക്കിന്റെ എക്സാം, പിന്നെ നമുക്ക് വരികയാണെങ്കിൽ ഒക്ടോബർ, ഒരു മാസം വിട്ട് ഒക്ടോബറിൽ എക്സാം, നവംബറിൽ 2 എക്സാം, പിന്നെ അന്നേരത്തേക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നു, ഇനി നമുക്ക് അടുത്ത എക്സാം. അപ്പൊ ഇങ്ങനെ ഒരു വർഷം മുഴുവനും CSCBയുടെ ക്ലർക്കിന്റെ എക്സാം എഴുതേണ്ടി വരുമോ എന്നതാണ് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ നോട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അത് സോൺ തിരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ക്ലർക്കിന് സോൺ തിരിച്ചിപ്പം ഒരു 3 എക്സാം ഒന്ന് കൂട്ടിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു വിലയിരുത്തൽ വെച്ചിട്ടാണെങ്കിൽ ഒരൊറ്റ എക്സാം ആയിരിക്കും. 3 സോൺ സൂപ്പർ ഗ്രേഡിന്റെ ഒരു എക്സാം, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുമ്പോൾ ഒരു ഡിസംബർ 26 ഒരു എക്സാം നടക്കുകയാണെങ്കിൽ ആ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 3 സോണിലേക്ക് 3 കാറ്റഗറിയിലേക്കുള്ള എക്സാമുകളായിരിക്കും നടക്കുക. അതിനുശേഷം വരുന്ന എക്സാം ഞാനൊരു ആന്റിസിപ്പേറ്റ് ചുമ്മാ ഒരു ഡേറ്റ് റഫായിട്ട് പറയുകയാണ്, ജനുവരി 1 എക്സാം നടക്കുന്നതെങ്കിൽ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകൾ, അതും ഒരു 3 കാറ്റഗറി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ 3 കാറ്റഗറിയുടെയും കൂടെ എക്സാം ഈ ഒരൊറ്റ ദിവസം നടക്കും. അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഗ്രേഡ് ബാക്കിയുള്ള അപ് ടു 7 വരെയുള്ള ക്ലാസിന്റെ ഇത് വരുന്നത് ഒരു ഫെബ്രുവരി മാസമാണ് എന്ന് വിചാരിക്കുക. ഫെബ്രുവരി 8 നടക്കുന്നു. അന്നേരം എന്ത് ചെയ്യും, ആ ഒരു സോൺ തിരിച്ചുള്ള കാറ്റഗറി അങ്ങനെയായിരിക്കാം നമുക്ക് എക്സാമുകൾ വരുവാനായിട്ട് സാധ്യത. അതായത് 3 എക്സാം, കഴിഞ്ഞ എക്സാം പോലെ തന്നെ 3 എക്സാം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയും. ഇപ്പം നിലവിൽ പിള്ളേർ ഭയങ്കരമായിട്ടും കൺഫ്യൂഷൻ, കാരണം 8 എക്സാമുകൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യണോ? കാരണം നിലവിൽ ഇപ്പം ഓരോ കാറ്റഗറിക്കും അഡീഷണൽ ഫീസുകൾ കൊടുത്തുകൊണ്ട് ആണ് ഇവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഉത്കണ്ഠയുണ്ട്. അല്ല സാർ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഇതിന് 3 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ട് ഒരു ക്യാഷ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പോ ഒരു ആദ്യമായിട്ട് എഴുതുന്ന ഒരാളാണ് ഇപ്പൊ സാർ, ഞാൻ എന്ന വ്യക്തി ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ CSCB എക്സാം എഴുതുന്നത് വെച്ചോളൂ. അപ്പൊ അങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് ഇതുപോലൊരു സാധനം എന്റെ മുന്നിൽ വന്നു, ഇത്തരത്തിൽ കുറെ എണ്ണം വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ പിടുത്തമില്ല, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയാണ് സാറേ, ഇപ്പൊ ഞാൻ എന്ന വ്യക്തിയാണെങ്കിൽ ഇതിൽ ഏതിലേക്കായിരിക്കും കൂടുതലായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഏതായിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് കൂടുതൽ പ്രിപ്പറേഷൻസ് വരേണ്ടത്? ഇപ്പം നിലവിൽ ഈ ഒരു കാറ്റഗറിയിൽ സാധാരണ ഇതിൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നോട്ടിഫിക്കേഷൻ നോക്കി കഴിയുമ്പോൾ അവരുടെ ജില്ല വരുന്ന സോൺ ഏതാണെന്ന് നോക്കിയിട്ട് അടുത്തുള്ള ജില്ലകളാണ് അപ്ലൈ ചെയ്യാറ്. ഇപ്പൊ ഇതിന് 3നും ഞാൻ പറഞ്ഞപ്പം സൂപ്പർ ഗ്രേഡിന്റെ തന്നെ 3 കാറ്റഗറിക്ക് ഒരൊറ്റ എക്സാം. കട്ട് ഓഫ് സെയിം ആകണമെന്ന് നിർബന്ധമില്ല, കാരണം ഓരോ സോണിലേക്കും വരുന്നത് ഡിഫറെന്റ് കട്ട് ഓഫുകളായിരിക്കും. കാരണം അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. കാരണം എല്ലാവരും എല്ലാ ജില്ലയും ഓപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ആളുകൾ, അതായത് ഈ എക്സാം ക്രാക്ക് ചെയ്യുന്ന 100% ഉറപ്പുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു 8 നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാറുണ്ട്.
അതാണ് കുറെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ട്രെൻഡ്. കാരണം ഒരാൾ തന്നെ 50 ബാങ്കിന്റെയും 60 ബാങ്കിന്റെയും ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെന്തെയും ഈ ഒരു എല്ലാ കാറ്റഗറിയിലും അപ്ലൈ ചെയ്യും, എല്ലാ ബാങ്കുകളിലും അപ്ലൈ ചെയ്യും. അതനുസരിച്ചാണ് കട്ട് ഓഫ് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി, അതായത് ഉയർന്നു പോകുന്ന കട്ട് ഓഫിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു രീതിയിൽ എക്സാം നടത്തുന്നത്. കാരണം ഇപ്പം അഡീഷണൽ ഫീസുകൾ വരുമ്പോൾ ചിലരെങ്കിലും അപ്ലൈ ചെയ്യാതിരുന്നെങ്കിലും ഒഴിവാകാം, അങ്ങനെ ഒരു ഇത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പൊ അഡീഷണൽ ആയിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഒരു 150 ആകെ നമുക്കൊരു 60 ബാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ബാങ്കിന് 150, പിന്നെ അഡീഷണൽ വരുന്ന ഓരോ ബാങ്കിനും 50 വെച്ചായിരുന്നു. ഇപ്പൊ ഈ തവണ നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു സൂപ്പർ ഗ്രേഡിനെ നോക്കി കഴിഞ്ഞാൽ 50, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ബാങ്കുകൾക്ക് എന്ത് ചെയ്യണം 50 അഡീഷണൽ പ്ലസ് GST, അടുത്ത കാറ്റഗറി വെക്കുമ്പോൾ 150 അഡീഷണൽ പ്ലസ് GST. അങ്ങനെ വരുമ്പം അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടാവാം. ഇപ്പൊ ഇൻ കേസ് അത്യാവശ്യം പൈസ ഉള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പഴയ പാറ്റേണിൽ തന്നെ അവർ അപ്ലൈ ചെയ്യും. പക്ഷെ എന്നാലും CSEB ഒരു ധാരണ ഇങ്ങനെ രീതിയിൽ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്നുകൊണ്ട് കട്ട് ഓഫ് കുറയ്ക്കാം. അപ്പൊ പൊതുവെ ഇതൊരു 8ന്റെ പണിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, നിങ്ങളുടെ കട്ട് ഓഫ് കുറയ്ക്കുവാനായിട്ടും എക്സാമിന്റെ ആ ഒരു സുഗമമായി നടത്തിപ്പിന് വേണ്ടിയിട്ട്. അതായത് ബാങ്കുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ചില ബാങ്കുകളിൽ ഇന്റർവ്യൂവിന് ആളുകൾ ചെല്ലാത്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മലയോര ജില്ലയിലെ ഒരു ബാങ്കിൽ ഇന്റർവ്യൂവിന് അവിടെ ചെന്നത് 2 പേരാണ്. ആകെ 2 പേരാണ് ഇന്റർവ്യൂവിന് ചെയ്യുന്നത്. ആ 2 പേരും വേറെ ബാങ്കുകളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും അവർക്ക് അടുത്തുള്ള ബാങ്കുകളാണ്, അവരവിടെ ജോയിൻ ചെയ്തു. ഇവരുടെ ജോലിയിൽ ചെല്ലാനായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എക്സാം നടത്തുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാറിന് ഇനി എന്താണ് ചോദിക്കാനുള്ളത്? എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒരു സാധാരണ, അതായത് ആദ്യം വരെ ഇടുന്ന ആൾക്കാർക്കും കൺഫ്യൂഷൻ ആൾക്കാർക്കൊക്കെ ഏതാണ്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് സാറ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. പിന്നെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് നല്ല രീതിയിൽ, കാരണം ഇത്രയധികം കോമ്പറ്റീഷൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം എനിക്കൊന്ന് ഇപ്പോൾ കോമ്പറ്റീഷൻ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ സാർ? കോമ്പറ്റീഷൻ കൂടുന്നു, അതനുസരിച്ച് അവസരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു എക്സാം കഴിഞ്ഞിട്ട് 3 മാസം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത എക്സാമിന് എക്സാം വരിക. ഇതെന്താണ് നമ്മൾ പറഞ്ഞ ത്രൂ ഔട്ട് ഇയർ നമുക്ക് CSEB എക്സാം ഉണ്ട്. അതായത് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാം പ്രിപ്പയർ ചെയ്യുക, എക്സാം എഴുതുക, എക്സാം പ്രിപ്പയർ ചെയ്യുന്നു, എക്സാം എഴുതുക, ഇത് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് ഓരോ എക്സാമുകൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലോങ് ബാച്ച്, അതായത് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഉടനെ തന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ 6 മന്ത് ബാച്ചും 3 മന്ത് ബാച്ചുമാണുള്ളത്. ഇപ്പൊ ഇൻ കേസ് ബേസ് മുതൽ പഠിച്ചു പോകാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഇയർ പാസ് ഔട്ട് ആയ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 6 മന്ത് ബാച്ച് ആയിട്ടുള്ള നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിപ്പിച്ച് പോകുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ബാച്ച് വരുന്നത്. പിന്നെ 3 മന്ത് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കഴിഞ്ഞ എക്സാമുകൾക്ക് കട്ട് ഓഫിന്റെ ഒക്കെ അടുത്തെത്തി, അല്ലെങ്കിൽ ഒരു നേരിയ വ്യത്യാസത്തിൽ ലിസ്റ്റിൽ വരാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 3 മന്ത് ബാച്ച് ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ 3 മന്തിനേക്കാളും അവരെ സംബന്ധിച്ച് 6 മന്ത് ബാച്ച് തന്നെയായിരിക്കും ബെറ്റർ. കാരണം ത്രൂ ഔട്ട് ഇയർ എക്സാമുകളാണ്, എല്ലാ മാസവും എക്സാം നടക്കുമ്പം ഒരു 3 മന്തിനേക്കാൾ അവരെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക 6 മന്ത് ആണ്. കാരണം എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ എന്നാണോ അഡ്വൈസ് ചെയ്തിട്ട് നമ്മൾ എന്നാണോ ജോലി പ്രവേശിക്കുന്ന ആദ്യത്തെ ഒപ്പ് വെക്കുന്നത് അതുവരെയും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡന്റ് റിവ്യൂ പറഞ്ഞു, ഞാനൊരു ലിസ്റ്റ് വരും, അപ്പൊ എനിക്ക് ആ ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും, ഞാൻ എന്റെ പഠനം നിർത്തും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ലിസ്റ്റിന്റെ കാലാവധി കഴിയും, അപ്പൊ ഞാൻ വീണ്ടും ഞാൻ പഠിക്കാൻ തുടങ്ങും. ആ രീതിയിലാണ്. അതുകൊണ്ട് പുള്ളി കുറെ ഗ്യാപ്പ് വന്നത് പുള്ളി പറഞ്ഞു. അപ്പൊ അങ്ങനെ ആരും ചെയ്യരുത്. എന്ത് ചെയ്യണം, കയ്യിൽ ജോലി കിട്ടുന്നത് വരും, അല്ലെങ്കിൽ നമ്മൾ ഒപ്പ് വെക്കുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അവിടെ 3 മന്തിനേക്കാളും ബെറ്റർ ആയിട്ട് 6 മന്ത് ബാച്ച് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ്, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ 6 മന്ത് ബാച്ച് എടുക്കുന്ന സംശയം ഉണ്ടാവും. സാറിന് തോന്നുന്നു? എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അതിൽ തോന്നലിനെക്കാളും എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തരത്തിലൊരു എക്സാമിനെ ഫസ്റ്റ് മുതൽ, അതായത് ആദ്യം മുതൽ എൻ്റെ വരെ ഒരു എക്സാമിനെ പറ്റി കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ബേസ് ലെവൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തന്നെ
ഈ ഒരു എക്സാമുമായി സംബന്ധിച്ചിടത്ത് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് എല്ലാ കാര്യവും ഈ 3 കാറ്റഗറി നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഏത് തന്നെയാണ് 6 മന്ത്. ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ എക്സാം ബാച്ചിലോട്ടേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാറുണ്ട് നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്, നിങ്ങൾക്ക് നമ്മുടെ ഒരു 6 മന്തിലോട്ട് ജോയിൻ ചെയ്യായിരിക്കും. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പറയും, അവർക്ക് എക്സാം സാർ അപ്പം എന്നോട് പറയും, സാർ എനിക്ക് എക്സാം എഴുതാനായിട്ടുണ്ട്, നവംബർ 2 എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന എക്സാം ബാച്ച് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ അങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്ത് പോകാം, നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ തരാമെന്ന് പറയാറുണ്ട്. കാരണം അവിടെ നമുക്ക് എന്താണ് അവരുടെ അഡ്മിഷൻ ഫീസിനെ കുറിച്ചും അല്ല കൺസിഡർ ചെയ്യുന്നത്, അവരെ സംബന്ധിച്ച് അവർക്ക് ജോലി കിട്ടുന്നത് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അവരുടെ ആ ജോലിയിൽ കയറുന്ന ആ ഒരു മൊമെന്റ് വരെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു 6 മന്ത് അല്ലെങ്കിൽ 3 മന്ത് കോഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഏത് നമ്പറാണ് സാറെ കോൺടാക്ട് ചെയ്യേണ്ടത്? നമുക്കവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് 89 21 44 05 80 എന്നീ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ല താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ഈ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സുമായുള്ള എൻക്വയറി നടത്താം, കോഴ്സിൽ ജോയിൻ ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ. അപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഈ ഒരു സഹകരണ മേഖലയിൽ CSCB അല്ലാതെ നമുക്ക് ഇപ്പൊ JCI കേസ് കാർഡ് എല്ലാം വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ബിഗിനേഴ്സ് ബാച്ചിനോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യാം, പഠനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് പഠനം ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ ജോലി പ്രവേശിക്കുന്നവരെ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ CSCB എക്സാമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അതിന് ആൻസറുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ഡൗട്ടുകൾ കറക്റ്റായി ക്ലിയർ ചെയ്ത് പോവുക എന്ന് തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം ഏറ്റവും വളരെ സന്തോഷത്തോടു കൂടിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്ന അതേ ചോദ്യങ്ങൾ തന്നെ ഓപ്ഷൻ പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്ക് എക്സാമുകൾക്ക് വരുന്ന ഒരു ഇതുണ്ട്. കാരണം അതായത് നമ്മളിപ്പം ഷുവറായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു ഉറച്ച ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഗൂഗിൾ ഫോം നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അപ്പൊ അത് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യാനായിട്ടുള്ള ലിങ്ക് സാർ ഇവിടെ കൊടുക്കും, താഴെ കൊടുക്കും, കമന്റ് ബോക്സിൽ കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ആ വീഡിയോയിൽ ഇവരുടെ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.